ചീരന്റെ ഇലയും പരിപ്പും കൂടി ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കി അടിപൊളിയാട്ടോ. ആദ്യം തന്നെ കറിയിലേക്ക് ആവശ്യമായ കുറച്ച് ചീര എടുത്ത് വാടി ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കിയതിനു ശേഷം തണ്ട് മുറിച്ച് മാറ്റി ഇലകൾ മാത്രം ഒരു പാത്രത്തിലേക്ക് വെച്ച് എന്നിട്ട് അത് 3-4 വട്ടം നല്ല രീതിയിൽ കഴുകിയെടുത്ത് പിന്നെ കറിയിലേക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി 3-4 പച്ചമുളക് ഒരു തക്കാളി എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് കറി വെക്കാനുള്ള പരിപ്പെടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പാകത്തിലുള്ള ഉപ്പൂട്ട് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഒന്ന് തളിച്ച് വരാൻ വേണ്ടിയിട്ട് അവിടെ മൂടി വെച്ചിട്ടോ. എന്നിട്ട് ചീരെടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കറിയിലേക്ക് ഇടാൻ പാകത്തിന് റെഡിയാക്കി എടുത്ത് കറി തളിച്ചതിന് ശേഷം ചീരെടുത്ത് കറിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അവിടെ മൂടി വെച്ചിട്ടോ. ഇനി ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് കുറച്ച് തേങ്ങ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 3 ചെറിയുള്ളി പാകത്തിലുള്ള വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് കറി വെന്തതിന് ശേഷം അരച്ചു വെച്ച തേങ്ങ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവിടെ മൂടി വെച്ച് എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വറവിട്ട് കറിയിലേക്ക് ഒഴിച്ചപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടോ. എന്നിട്ട് ആ കറി ചെറിയ ചൂടോട് കൂടി കുറച്ച് ചോറിലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.